ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലയണൽ മെസ്സിയുടെ അർജന്റീന ജേഴ്സിയിലുള്ള അവസാന ഹോം മത്സരം എന്ന് പറഞ്ഞാൽ അർജന്റീനയ്ക്ക് വേണ്ടി അർജന്റീനയിൽ കളിക്കുന്ന അവസാന മത്സരമാണ്. കുറേ ദിവസങ്ങളായി റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവസാനമായിട്ട് കൊളോണിയും സാക്ഷാൽ ലയണൽ മെസ്സിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അർജന്റീനയ്ക്ക് വേണ്ടി അവസാന ഹോം ഗ്രൗണ്ട് നാളെ വെള്ളിയാഴ്ച പുലർച്ചയ്ക്ക് കളിക്കാൻ പോകുന്ന വെനസ്വലയ്ക്കെതിരെ. ഓൾറെഡി യോഗ്യത റൗണ്ടിൽ കളിച്ച് വേൾഡ് കപ്പിനുള്ള യോഗ്യതയൊക്കെ അർജന്റീന നേടിക്കഴിഞ്ഞു. അവസാനക്കാരായിട്ടാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അർജന്റീന വേൾഡ് കപ്പിന് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അർജന്റീന ഫാൻസിനും അതുപോലെ മെസ്സി ഫാൻസിനും ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയ്ക്കും. എന്താണെന്ന് പറഞ്ഞാൽ മെസ്സിയുടെ ആ കാൽപാദങ്ങളിലുള്ള സുന്ദരമായ നിമിഷങ്ങൾ ഇനി കാണാൻ അധികം കാലമില്ല. ഇനി ഇപ്പോൾ ഫൈനലിസം നടക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വേൾഡ് കപ്പ് ഉണ്ട്. അതിനുശേഷം കുറച്ച് ഫ്രണ്ട്ലി മാച്ചുകൾ, കേരളത്തിലടക്കമുള്ള കുറച്ച് ഫ്രണ്ട്ലി മാച്ചുകൾ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ മെസ്സിയുടെ കാലാവധി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു യുഗം, ആ ഒരു കാലഘട്ടം കഴിയാൻ തന്നെ പറയാം. അത് ശരിക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ ഒരാഴ്ച മുമ്പും ഒരു 10 ദിവസം നമുക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഇത് ഇങ്ങനെ അല്ലാതിരിക്കട്ടെ, ഈ ചങ്ങായി ഇപ്പോൾ ഇന്റർ മിയാമിക്ക് വേണ്ടിയിട്ട് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന ആ ഒരു സ്പീഡൊക്കെ ഉണ്ടല്ലോ, അത് ഇനിയും കുറച്ച് കാലം കൂടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു 2028 കോപ്പ അമേരിക്ക വരെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് സുന്ദരമായിരുന്ന കാര്യമാണ്. പക്ഷേ കാലം കടന്നു പോകുമ്പോൾ പ്രായമാവും. അതേപോലെ എന്തായാലും ഇവരൊക്കെ ഒരു നാൾ നമ്മളെ വിട്ട് പോകേണ്ട ആൾക്കാരാണ്. ഫുട്ബോളും നമ്മളും തമ്മിലൊരു കോണ്ടാക്ട് ഇവരിലൂടെയൊക്കെയാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇങ്ങനെ തുടങ്ങിയ കായിക താരങ്ങൾ ഒരുപാട് പേര് ഫാൻസുള്ള താരങ്ങളുണ്ട്. അപ്പോൾ അവരിലൂടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള നിമിഷങ്ങളിലേക്ക് കിട്ടുന്നൊരു ചാൻസ്. പക്ഷേ അത് വിട്ടുപോകുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്. ഇനി ഇങ്ങനെ ഒരു കളി കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും എല്ലാ അർജന്റീന ആരാധകർക്കും മെസ്സി ആരാധകർക്കും വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. 2026 വേൾഡ് കപ്പിൽ അർജന്റീന മുത്തമിടുമോ എന്ന് കാത്തിരിക്കുകയാണ് അർജന്റീനയും മെസ്സി ആരാധകരും. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ ആയുധങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്കൊളോണി. അപ്പോൾ സ്കൊളോണിയെ സംബന്ധിച്ചിടത്തോളം വന്നു, ഒരു അസിസ്റ്റന്റ് കോച്ചിൽ നിന്ന് കോച്ചിലേക്ക് വന്നു. അർജന്റീനയെ പോലൊരു ടീമിനെ അവരുടെ സ്വപ്നതുല്യമായ കോപ്പ അമേരിക്ക സ്വന്തമാക്കാൻ ആദ്യം ഫൈനലിസം സ്വന്തമാക്കി, അതിനുശേഷം വേൾഡ് കപ്പ് സ്വന്തമാക്കി, വീണ്ടും കോപ്പ അമേരിക്ക സ്വന്തമാക്കി. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് ഒരു കോച്ചിന് വേണ്ടത്? നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ അല്ലേ, നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ കുറെ കാലങ്ങളുടെ നമ്മൾ പഴി കേട്ടതും ട്രോള് കേട്ടതൊക്കെ, അതിൽ നിന്നൊക്കെ ഇപ്പോൾ ആൺകുട്ടികളെ പോലെ ഇങ്ങനെ മറ്റുള്ള ഫാൻസിന് മുന്നിൽ ലോക ചാമ്പ്യന്മാരെന്ന പട്ടം നമുക്ക് നേടിത്തന്ന കൊളോണി. അതിൽ ഓരോ കളിക്കാരും എടുത്തു പറയല, അതിൽ മുൻപന്തിയിൽ ലയണൽ മെസ്സി നിന്നപ്പോൾ അവരുടെ ആ ആൾക്ക് വേണ്ടിയിട്ട് ആ കപ്പെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പടയാളികൾ ബാക്കിൽ മരിക്കാനും തയ്യാറായിട്ട്. അതുതന്നെയായിരുന്നു വേണ്ടത്, അത് തന്നെയാണ് സംഭവിച്ചത്. സൗദിക്കെതിരെ ഫസ്റ്റ് കളി വേൾഡ് കപ്പിൽ തോറ്റപ്പോൾ ഒരുപാട് ട്രോളുകളായിരുന്നു. അർജന്റീനയെ പോലൊരു ടീം ഇത്രയും നാള് ഏറ്റ ട്രോളിനേക്കാളും ആ ഒരു മത്സരത്തിൽ തോറ്റതിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അർജന്റീന ഫാൻസും ഒരുപാട്. പക്ഷേ അന്ന് ചില ആരാധകർക്കൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ടീമിൽ, ആ കോച്ചിലും ആ നായകനിലും. ആ നായകൻ അന്ന് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഈ ടീം ഇനി നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന്. അതുപോലെ തന്നെയായി അവസാനം സ്വപ്നതുല്യമായ ഫൈനലിൽ ഫ്രാൻസിനെതിരെ. അതിലും എന്താ പറയുക, ഈ അവസാനം നിമിഷങ്ങളിലൊക്കെ നമ്മളൊക്കെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കയ്യിൽ നിന്ന് പോയിന്ന് ആ ഒരു നിമിഷത്തിലേക്കൊക്കെ ആയിരുന്നു. മാർട്ടിനസിന്റെ അവസാനത്തെ സേവ് ഇല്ലായിരുന്നെങ്കിൽ, എല്ലാവരും ആ മാർട്ടിനസിന്റെ അവസാനത്തെ സേവ് പറയുന്നു. പക്ഷെ ആ സേവിന് ശേഷം ലൗതാറോ മാർട്ടിനസിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഗോൾഡൻ ചാൻസ്. അത് ഗോളാക്കി മാറ്റുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പെനാൽറ്റിക്ക് പോകില്ലായിരുന്നു. അതൊന്നും ആരും പറയപ്പെട്ടില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വിമർശകർക്ക് എപ്പോഴും ഇതിനെക്കുറിച്ച് എതിരെ വിമർശിക്കാനാണ് ചാൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ മെസ്സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെസ്സി യൂറോപ്പ് വിട്ടു പോയത് തന്നെ വളരെ നേരത്തെയാണ്. എന്താന്ന് പറഞ്ഞാൽ ആൾക്ക് അടുത്ത വേൾഡ് കപ്പ് അമേരിക്കയിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു പോയി ആൾക്ക് ഫാമിലിക്ക് വേണ്ടി കുറച്ച് ഫ്രീ ആയിട്ട് കളിക്കാം. പക്ഷെ ക്ലബ് വേൾഡ് കപ്പ് വന്നപ്പോൾ ഇന്റർ മിയാമിക്കുള്ള ആ ഒരു ഇത് കിട്ടിയപ്പോൾ ആൾക്ക് കുറച്ചുകൂടെ യൂറോപ്പിൽ കളിക്കണം എന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ട്. പക്ഷെ ആള് അവിടുത്തെ കോൺട്രാക്ട് എപ്പോൾ വേണമെങ്കിലും മാറാം. വേൾഡ് കപ്പിന് ശേഷം ഇനി അതിനൊരു പ്രസക്തിയില്ല. പക്ഷെ വേൾഡ് കപ്പ് വരെ ഒരു യൂറോപ്യൻ ടീമിൽ ഒരു 6 മാസം കളിക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഇപ്പം നടക്കാത്ത പോലെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും മെസ്സിക്ക് വേണ്ടി കാത്തിരിക്കാം ഇനി കുറച്ച് മത്സരങ്ങൾ. തീർച്ചയായിട്ടും നാളെ ഇറങ്ങാൻ പോണ് അർജന്റീന സ്ക്വാഡ്. അപ്പോൾ എന്താ പറയുക, അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു വൈകാരികതയാണ്.
നമ്മളെ വിട്ടിട്ട് നമ്മളുടെ കുടുംബത്തിലെ പോലെ ഒരാൾ നമ്മളെ വിട്ടു പോവാന്ന് പറയുമ്പോൾ, അത് കളി ഒഴിവാക്കിയിട്ട് കളി നിർത്തി പോവാന്ന് പറയുമ്പോൾ അത് സങ്കടകരമാണ്. അത് ഏത് ഫാൻസിനായിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അർജന്റീന ആരാധകർക്ക് ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ മാന്ത്രിക കാലുകൊണ്ടുള്ള വിസ്മയം തീർക്കുന്നത് കാണുവാനുള്ള. അത് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. പരമാവധി പൈസയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ചുരുക്കൂട്ടി വെച്ചിട്ട് ആ ഒരു ഇന്ദ്രജാലം കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വരികയാണെങ്കിൽ വന്ന് ആ കളിയൊന്ന് കാണാൻ ഉള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണണം. അത് ഇനിയിപ്പോൾ എത്ര പൈസ ചിലവാണെങ്കിലും പരമാവധി പോയി കാണാൻ നോക്കുക. എന്താ പറഞ്ഞാൽ ഇനിയൊന്നും അങ്ങനെ ഒരു നിമിഷം നമുക്ക് കിട്ടിയെന്ന് വരില്ല നേരിൽ കാണാൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും നാളത്തെ വെനസ്ഡേ മാച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇനി ഫ്യൂച്ചറിലേക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2028 കോപ്പ അമേരിക്ക വരെയെങ്കിലും മെസ്സി കളിക്കണം. 2026 വേൾഡ് കപ്പ് കളിച്ച് അത് സ്വന്തമൊക്കെ ഇല്ലേ അതൊന്നും വിഷയമല്ല. എന്തായാലും സെമിയിൽ ഒരു പൊസിഷനിൽ അർജന്റീന ഉണ്ടാവുമെന്ന് അതിൽ യാതൊരു സംശയമില്ല. അതിനുള്ള എല്ലാ പടക്കോപ്പുകളുടെ ഒരുക്കങ്ങളും സ്കൊളോണി അണിയറയിൽ തുടങ്ങിയിട്ടുണ്ട്. യുവതാരങ്ങളെയും എല്ലാം കൊണ്ടുവന്ന് മെസ്സിക്ക് ശേഷം ഒരു ടീം, അർജന്റീന ടീം എന്തായിരിക്കണം. അപ്പോൾ സ്കൊളോണിക്ക് ശേഷം സ്കൊളോണിക്ക് മുന്നും അർജന്റീന അതായിരിക്കും അറിയപ്പെടുക ശരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള യോഗ്യതാ മത്സരങ്ങൾ 2 മത്സരങ്ങൾ 2 റൗണ്ട് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിലായിട്ടാണ് നാളെ നടക്കാൻ പോകുന്നത്. അടുത്ത 9-ാം തീയതി അടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ പുലർച്ചെ 5:30 ഇന്ത്യൻ സമയം, വെള്ളിയാഴ്ച നാളെ. അപ്പോൾ എല്ലാവരും ഈ മത്സരം കാണുന്നതാണ്. അത് വൈകാരികമായിട്ട് തന്നെ കാണാം. ആ സ്റ്റേഡിയം, അർജന്റീന സ്റ്റേഡിയം, അർജന്റീന കാണികൾ, അതേപോലെ ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ആ വൈകാരികമായിട്ട് തന്നെ കളി കാണാം. ആ കളിയിൽ നല്ലപോലെ ഒരു വിജയം ഉണ്ടാവട്ടെ. അതേപോലെ മെസ്സിക്ക് ജന്മനാട്ടിൽ ഒരു നല്ല വിടവാങ്ങൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും.